നമ്മുടെ ലാസ്റ്റ് മൊഡ്യൂളിലെ ഏറ്റവും ലാസ്റ്റ് പാർട്ടാണ് പറയുന്നത് മോഡൽസ് അല്ലെങ്കിൽ മോഡൽ ബിൽഡിംഗ്. എന്താണ് മോഡൽ അല്ലെങ്കിൽ മോഡൽ ബിൽഡിംഗ് എന്ന് നോക്കാം. മോഡൽസ് ആർ റെപ്രസെൻറ്റേഷൻ ഓഫ് റിയാലിറ്റി. ഇറ്റ് ഈസ് ആൻ ഐഡിയലൈസ്ഡ് റെപ്രസെൻറ്റേഷൻ ഓഫ് റിയൽ ലൈഫ് സിറ്റുവേഷൻസ്. അതായത് റിയാലിറ്റി അല്ലെങ്കിൽ റിയൽ ലൈഫ് സിറ്റുവേഷൻസിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു മോഡൽ ഉണ്ടാക്കുക. ആ മോഡൽ വഴി റിയൽ ലൈഫ് സിറ്റുവേഷനെ റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ അതാണ് മോഡൽസ് അല്ലെങ്കിൽ മോഡൽ ബിൽഡിംഗ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം മോഡൽ എന്ന് പറഞ്ഞാൽ നമ്മൾ റിയാലിറ്റിയെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒന്നാണ് മോഡൽ. ഈ മോഡൽസ് ഉണ്ടാക്കുക, മോഡൽസ് ബിൽഡ് ചെയ്യുന്നതിനെയാണ് മോഡൽ ബിൽഡിംഗ് എന്ന് പറയുന്നത്. റിയൽ ലൈഫ് സിറ്റുവേഷനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മോഡൽസ് ഉപയോഗിക്കുന്ന ആ ഒരു പ്രോസസ്സാണ് മോഡൽ ബിൽഡിംഗ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി എന്തൊക്കെയാണ് ഈ മോഡൽസിൻ്റെ അല്ലെങ്കിൽ മോഡൽ ബിൽഡിങ്ങിൻ്റെ ഫീച്ചേഴ്സ്, പ്രോപ്പർട്ടീസ്, ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ അഡ്വാൻറ്റേജസ് എന്ന് നോക്കാം. അപ്പോൾ ഫീച്ചേഴ്സ് എന്നോ ക്യാരക്ടറിസ്റ്റിക്സ് എന്നോ പ്രോപ്പർട്ടി എന്നോ അഡ്വാൻറ്റേജ് എന്നോ എന്ത് ചോദിച്ചാലും നിങ്ങൾ ഈ താഴെ പറയുന്ന പോയിൻറ്റ്സ് എഴുതിയാൽ മതി. ഫസ്റ്റത്തെ ഫീച്ചർ എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി സിമ്പിൾ. അതായത് നമ്മൾ മോഡൽസ് ഉണ്ടാക്കുമ്പോൾ അതെപ്പോഴും സിമ്പിളായിട്ടായിരിക്കണം, നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിലുള്ളതായിരിക്കണം. കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള മോഡൽസ് ആയിരിക്കരുത്. രണ്ടാമത്തത് ഇറ്റ് ഷുഡ് കണ്ടെയ്ൻ വെരി ഫ്യൂ വേരിയബിൾസ്. വളരെ കുറച്ച് വേരിയബിൾസ് യൂസ് ചെയ്തുകൊണ്ട് വേണം നമ്മൾ ആ ഒരു മോഡൽ ഉണ്ടാക്കാൻ. മൂന്നാമത് ഇറ്റ് ഷുഡ് നോട്ട് ടേക്ക് മച്ച് ടൈം ഇൻ ഇറ്റ്സ് കൺസ്ട്രക്ഷൻ. ഒരു മോഡൽ ഉണ്ടാക്കാൻ ഒരുപാട് ടൈം നമ്മൾ എടുക്കരുത്. ഒരു ഷോർട്ട് ടൈമിൽ നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം മോഡൽസ്. പിന്നെ അടുത്ത പോയിന്റ് ഇറ്റ് ഡിസ്ക്രൈബ് പ്രോബ്ലംസ് മോർ കോൺഷ്യസ്ലി. അതായത് ഒരു പ്രോബ്ലത്തിനെ കറക്റ്റായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം മോഡൽസ്. ആ പ്രോബ്ലം എന്താണ് എന്നുള്ളത് കറക്റ്റായിട്ട് ഡിസ്ക്രൈബ് ചെയ്യാൻ മോഡൽസിന് സാധിക്കണം. പിന്നെ അഞ്ചാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇറ്റ് എനേബിൾ മാത്തമാറ്റിക്കൽ ടെക്നിക് ടു അനലൈസ് പ്രോബ്ലംസ്. ഈ പ്രോബ്ലംസ് അനലൈസ് ചെയ്യാനുള്ള മാത്തമാറ്റിക്കൽ ടെക്നിക്കാണ് ഈ മോഡൽ ബിൽഡിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ് ഇറ്റ് പ്രൊവൈഡ് സം ലോജിക്കൽ അപ്രോച്ചസ് ടു ദ പ്രോബ്ലം. അതായത് ആ പ്രോബ്ലത്തിനെ കുറിച്ചിട്ട് ഒരു ലോജിക്കൽ തിങ്കിങ്ങിന് ഈ ഒരു മോഡൽസ് സഹായിക്കണം. അപ്പം മോഡൽ അല്ലെങ്കിൽ മോഡൽ ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മുടെ റിയൽ ലൈഫ് സിറ്റുവേഷനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു മോഡൽ ഉണ്ടാക്കുന്നതാണ് മോഡൽ ബിൽഡിംഗ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പം നമ്മൾ എന്താണ് ഗ്ലോബ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതെന്താണ് നമ്മുടെ ഗ്ലോബ് എന്ന് പറയുന്നത് ഈ എൻ്റയർ യൂണിവേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളൊരു മോഡലാണ് ഈ ഒരു ഗ്ലോബ് എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് മോഡൽസ് അല്ലെങ്കിൽ മോഡൽ ബിൽഡിംഗ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് നോക്കാം. അഡ്വാൻറ്റേജസ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ കാര്യങ്ങളാണ് ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുള്ള ഈ കാര്യങ്ങളാണ് എഴുതേണ്ടതെന്ന് പറഞ്ഞു. ഇനി ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് ആണ് ചോദിക്കണമെന്നുണ്ടെങ്കിൽ എഴുതേണ്ട കാര്യങ്ങൾ ഇറ്റ് ഹാസ് ലിമിറ്റഡ് സ്കോപ്പ്. ഇതിന് ലിമിറ്റഡ് സ്കോപ്പ് മാത്രമേ ഉള്ളൂ. എല്ലാ കാര്യങ്ങളെയും നമുക്കിങ്ങനെ മോഡൽ ഉണ്ടാക്കിയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇറ്റ് ഹാസ് ലിമിറ്റഡ് ജനറലൈസബിലിറ്റി. അതായത് എല്ലാ കാര്യങ്ങളും നമുക്ക് മോഡൽ വെച്ചിട്ട് ഡെപ്പിക്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. എല്ലാ കാര്യങ്ങളെയും നമുക്ക് മോഡൽ വഴി റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇറ്റ് റിക്വയർ എക്സ്പേർട്ടൈസ്. അങ്ങനെ ഒരു മോഡൽ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അതിന് എക്സ്പേർട്ടായിട്ടുള്ള ആളുകൾ വേണം. ഇറ്റ് ഹാസ് ഡാറ്റ ക്വാളിറ്റി ഇഷ്യൂസ്. അതായത് കറക്റ്റായിട്ടുള്ള ഡാറ്റ ഉണ്ട് കിട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു മോഡൽ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. നമുക്ക് കിട്ടുന്ന ഡാറ്റ ഇൻകറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഉണ്ടാക്കുന്ന മോഡലിനെയും അഫക്റ്റ് ചെയ്യും. അപ്പോൾ ഡാറ്റ ക്വാളിറ്റി എന്ന് പറയുന്നത്, ക്വാളിറ്റി ഉള്ള ഡാറ്റ കിട്ടുക എന്നുള്ളത് ഈ മോഡലിനെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് ക്വാളിറ്റി ഇല്ലാത്തതാണ് നമ്മൾ ഉണ്ടാക്കുന്ന മോഡലും എങ്ങനെയായിരിക്കും, ഫെയിലിയർ ആയിരിക്കും. പിന്നെ മോഡൽ ബിൽഡിങ്ങിൻ്റെ സ്റ്റെപ്സ് ആണ് പറയുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രോബ്ലം ഡിഫൈൻ ചെയ്യുക. അതായത് നമ്മൾക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടാവുന്ന കേസിൽ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്താണ് നമ്മൾ ഈ മോഡൽ ബിൽഡ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് അവിടുത്തെ പ്രോബ്ലം സിറ്റുവേഷൻ എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുക. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്, ഡിഫൈൻ ദ പ്രോബ്ലം. രണ്ടാമത്തത് നമുക്ക് മോഡൽ ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ആ പ്രോബ്ലത്തെ കുറിച്ചിട്ടുള്ള ഡാറ്റാസ്, റെലവൻ്റ് ആയിട്ടുള്ള ആക്യുറേറ്റ് ആയിട്ടുള്ള ഡാറ്റാസ് കളക്ട് ചെയ്യുക. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് മോഡൽ ഫോർമുലേറ്റ് ചെയ്യുക. നമ്മളൊരു മോഡൽ ഉണ്ടാക്കിയെടുക്കുക. പിന്നെ നാലാമത്തത്
മോഡൽ വാലിഡേഷൻ അല്ലെങ്കിൽ വാലിഡേഷൻ ഓഫ് മോഡൽ. ആ മോഡലിൻ്റെ വാലിഡിറ്റി ചെക്ക് ചെയ്യുക, അത് എത്രമാത്രം സ്യൂട്ടബിൾ ആണ്, അത് എത്രമാത്രം ആ റിയൽ ലൈഫ് സിറ്റുവേഷനെ റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ട്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നോക്കുക, ആ മോഡലിൻ്റെ വാലിഡിറ്റി നോക്കുക. പിന്നെ അഞ്ചാമത്തത് സൊല്യൂഷൻ ഓഫ് മോഡൽ. നമ്മുടെ ആ പ്രോബ്ലത്തിനുള്ള കറക്റ്റ് സൊല്യൂഷൻ ആണോ ഈ ഒരു മോഡൽ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുക. പിന്നെ ആറാമത്തത് ഇംപ്ലിമെൻറ്റേഷൻ. അതെന്താണ്, ഓക്കെ ആണ്, കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു മോഡൽ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യും, മോഡൽ മെയിൻ്റനൻസ് നടത്തും. അപ്പോൾ ഇത്രയാണ് ഒരു മോഡൽ ബിൽഡിങ്ങിൻ്റെ സ്റ്റെപ്പ്. ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. പ്രോബ്ലം ഡിഫൈൻ ചെയ്യുക, ഡാറ്റ കളക്ട് ചെയ്യുക, മോഡൽ ഫോർമുലേറ്റ് ചെയ്യുക, അതിൻ്റെ വാലിഡിറ്റി ചെക്ക് ചെയ്യുക, മോഡൽ സൊല്യൂഷൻ, ഇംപ്ലിമെൻറ്റേഷൻ ആൻഡ് മോഡൽ മെയിൻ്റനൻസ്. ഇത്രയാണ് മോഡൽ ബിൽഡിങ്ങിൻ്റെ സ്റ്റെപ്പ്. ഇനി അടുത്തത് ടൈപ്സ് ഓഫ് മോഡൽസ്. കുറച്ചധികം ടൈപ്പ് നമുക്ക് പഠിക്കാനുണ്ട്, എക്സാമിന് ചിലപ്പോൾ ചോദിച്ചേക്കാം. ടൈപ്സ് ഓഫ് മോഡൽസ്. ഫസ്റ്റ് വണ്ണാണ് ഐക്കോണിക് മോഡൽ. ഐക്കോണിക് മോഡൽ എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് എ സിസ്റ്റം. ഐക്കോണിക് മോഡൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു സിസ്റ്റത്തെ ഫിസിക്കലി റെപ്രസെൻറ്റ് ചെയ്യുക. ഗ്ലോബൊക്കെ എന്തിൻ്റെ ഉദാഹരണമാണ്, ഐക്കോണിക് മോഡലിൻ്റെ എക്സാമ്പിളാണ്. പിന്നെ അടുത്ത മോഡലാണ് അനലോഗ് മോഡൽ. അനലോഗ് മോഡൽ എന്ന് പറഞ്ഞാൽ യൂസ് പ്രോപ്പർട്ടീസ് ടു റെപ്രസെൻറ്റ് എ സിസ്റ്റം. ഒരു സിസ്റ്റത്തെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രോപ്പർട്ടീസ് യൂസ് ചെയ്യുകയാണെങ്കിൽ അതാണ് അനലോഗ് മോഡൽ. അടുത്തത് സിംബോളിക് മോഡൽ. സിംബോളിക് മോഡൽ എന്ന് പറഞ്ഞാൽ യൂസ് നമ്പേഴ്സ് ലെറ്റേഴ്സ് ടു റെപ്രസെൻറ്റ് എ സിസ്റ്റം. സിസ്റ്റത്തെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ലെറ്റേഴ്സോ നമ്പേഴ്സോ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അതാണ് സിംബോളിക് മോഡൽ. അടുത്തത് ഡിറ്റർമിനിസ്റ്റിക് മോഡൽ. ഡിറ്റർമിനിസ്റ്റിക് മോഡൽ എന്ന് പറഞ്ഞാൽ എവറിത്തിങ് ഈസ് ഡിഫൈൻഡ് ആൻഡ് റിസൾട്ട് ഈസ് സെർട്ടൈൻ. അതിൻ്റെ റിസൾട്ട് സെർട്ടൈൻ ആണെങ്കിൽ, നമ്മൾ എല്ലാ കാര്യങ്ങളും ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, ആ ഒരു മോഡലിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, റിസൾട്ട് സെർട്ടൈൻ ആണെന്നുണ്ടെങ്കിൽ ആ മോഡലിനെയാണ് നമ്മൾ ഡിറ്റർമിനിസ്റ്റിക് മോഡൽ എന്ന് പറയുന്നത്. അടുത്തത് പ്രോബബിലിസ്റ്റിക് മോഡൽ. പ്രോബബിലിസ്റ്റിക് മോഡൽ എന്ന് പറഞ്ഞാൽ ഇൻകോർപ്പറേറ്റ് റിസ്ക് ആൻഡ് അൺസർട്ടൈനിറ്റി. അതായത് നമുക്ക് എന്തില്ല, അവിടെ ഒരു സെർട്ടൈനിറ്റി ഇല്ല, അൺസർട്ടൈൻ ആണ് സിറ്റുവേഷൻ എന്നുണ്ടെങ്കിൽ, റിസ്ക് കൂടുതലാണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ബിൽഡ് ചെയ്യുന്ന മോഡലിനെയാണ് പ്രോബബിലിസ്റ്റിക് മോഡൽ എന്ന് പറയുന്നത്. നമ്മൾ അവിടെ ഒരു സാധ്യതയെ ബേസ് ചെയ്തുകൊണ്ടാണ് ആ മോഡൽ ഉണ്ടാക്കുന്നത്. പ്രോബബിലിറ്റിയെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ മോഡൽ ഉണ്ടാക്കുന്നതെങ്കിൽ അതാണ് പ്രോബബിലിസ്റ്റിക് മോഡൽ. അടുത്തത് അലോക്കേഷൻ മോഡൽ. അലോക്കേഷൻ മോഡൽ എന്ന് പറഞ്ഞാൽ അലോക്കേറ്റ് റിസോഴ്സസ് ടു ഒപ്റ്റിമൈസ് എഫക്റ്റീവ്നെസ്. അതായത് എഫക്റ്റീവ്നെസ്സിന് വേണ്ടിയിട്ട് ഡിഫറെൻറ്റ് റിസോഴ്സുകളെ അലോക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു മോഡൽ ഉണ്ടാക്കിയിട്ടുള്ളതെങ്കിൽ അതാണ് അലോക്കേഷൻ മോഡൽ. റിസോഴ്സിൻ്റെ അലോക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന മോഡലിനെയാണ് അലോക്കേഷൻ മോഡൽ എന്ന് പറയാം. അടുത്തതാണ് സീക്വൻസിങ് മോഡൽ. സീക്വൻസിങ് മോഡൽ എന്ന് പറഞ്ഞാൽ ഡിറ്റർമൈൻ ഒപ്റ്റിമൽ ഓർഡർ ഓഫ് ഐറ്റംസ്. അതായത് ഐറ്റംസിനെ എന്താണ് കറക്റ്റായിട്ട് ഒരു ഓർഡർ ആക്കിയിട്ടാണ് നമ്മളൊരു മോഡൽ ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ, ഒപ്റ്റിമൽ ഓർഡർ ഓഫ് ഐറ്റംസ് ഡിറ്റർമൈൻ ചെയ്യാനാണ് മോഡൽ ഉണ്ടാക്കുന്നതെങ്കിൽ അതാണ് സീക്വൻസിങ് മോഡൽ. ലാസ്റ്റ് മോഡലാണ് ഇൻവെൻ്ററി മോഡൽ. ഇൻവെൻ്ററി മോഡൽ എന്ന് പറഞ്ഞാൽ മാനേജേഴ്സ് ഹോൾഡിംഗ് ഓർ സ്റ്റോറിങ് ഓഫ് ഇൻവെൻ്ററീസ്. അതായത് ഇൻവെൻ്ററീസിൻ്റെ സ്റ്റോറിങ്ങിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന മോഡലുകളാണ് ഇൻവെൻ്ററി മോഡൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോഡൽസ്. ഈ മോഡൽ ബിൽഡിങ്ങിൽ നിന്നും ഡിസിഷൻ തിയറിയിൽ നിന്നൊക്കെ കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളൂ. ബാക്കിയുള്ള ലീനിയർ പ്രോഗ്രാമിംഗ് ഒക്കെ എന്താണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ മോഡൽ ബിൽഡിങ്, ഡിസിഷൻ ട്രീ ഒക്കെ ഉള്ള കാര്യങ്ങൾ നിങ്ങൾ ഒന്ന് വായിച്ചു നോക്കുക. അതിപ്പോൾ നിങ്ങൾ എന്താണ് ഇത് കാണാണ്ട് പഠിച്ചില്ലെങ്കിൽ കൂടെ നിങ്ങൾക്കിത് എഴുതാനായിട്ട് പറ്റുന്ന ടോപ്പിക്കുകളാണ്. പക്ഷേ ലീനിയർ പ്രോഗ്രാമിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എസ്സേ ഒക്കെ ചോദിക്കുന്ന ടൈപ്പ് ഒരു ഏരിയയാണ്. അപ്പോൾ അത് നന്നായിട്ട് നോക്കുക. അപ്പോൾ ഇത്രയും ഭാഗങ്ങളാണ് നമുക്ക് ക്യൂട്ടിയിൽ എടുക്കാനുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കുക.